ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അമൃതം പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്, പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലഡു തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പോളം അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു അരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നല്ലോണം പൊട്ടി വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കാം. അരി ഇതേ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയെടുക്കാണ്ട് കുറച്ച് നേരമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊരിഞ്ഞിട്ടൊക്കെ വരും. ഇപ്പോൾ അരി ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ അതേ പാനിലോട്ട് ഞാൻ 1 കപ്പ് നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്ത കടലയാണ്, എന്നാലും ഞാനിതൊന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറുക്കാത്ത കടലയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കിയിട്ട് മാത്രമാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. കടല വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതേ പാനിലോട്ട് ഞാൻ 1 കപ്പ് അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാൻ നന്നായിട്ട് ചൂടായിട്ടാണ് കേട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റോളം കൈയെടുക്കാണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പൊടിനി വേറെ വേവിച്ചെടുക്കണമൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നല്ലോണം വറുത്തെടുത്തതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കൈയെടുക്കാണ്ട് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കാം. പിന്നെ ഈ ഒരു അമൃതം പൊടിക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഹെൽത്ത് മിക്സ് വെച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അതായത് മഞ്ഞ പോലുള്ള നവധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കിതുപോലൊക്കെ ലഡു തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലോണം വറുത്തെടുത്തതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതും കൂടെ ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. പൊടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതേ പാനിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. നെയ്യ് നല്ലോണമൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം പിന്നെ ഇതിലോട്ട് ചെറിയൊരു പിടിയോളം കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു മുന്തിരി നല്ലോണമൊക്കെ ഒന്ന് ചൂടായിട്ട് നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഉണക്ക മുന്തിരിക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ എടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അതിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മതി. ഈ ഒരു നെയ്യിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ കളറൊന്നും മാറിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ലഡു ഉണ്ടാക്കിയിട്ട് നമുക്ക് 1-2 ദിവസമൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചീത്തയായിട്ടൊക്കെ പോകും കേട്ടോ. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഓർഗാനിക് ജാഗരി പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് സാധാ ശർക്കര എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇത് വറ്റിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതും കൂടെ ഒന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളം നനവൊന്നും ഇല്ലാത്ത ജാറിലിട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ അരി നല്ലോണം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വറുത്തെടുത്തിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അമൃതം പൊടി ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ അമൃതം പൊടി വെച്ചിട്ട് ലഡു ഒന്ന് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും കേട്ടോ ഈ ഒരു ലഡു. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഏലക്കയുടെ ഉള്ളിലെ കുരുവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഏലക്കയുടെ ഉള്ളിലെ കുരു കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു നനഞ്ഞ പരുവത്തിലായിട്ടാണ് കേട്ടോ ഇത് കിട്ടുക. ആ ഒരു കടലയിലത്തെ ഓയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഈർപ്പത്തിലാണ് ഇത് ഉണ്ടാവുക. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം.
ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ, കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു മുന്തിരി കൂടെ ചേർത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നമുക്കിത് വളരെ ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഒരു മുന്തിരി കൂടെ ചേർത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഇത് കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അമൃതം പൊടി വെച്ചിട്ട് ലഡു ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിവിടുത്തെ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കുകയാണ്. എല്ലാതും ഞാനിവിടുത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസമൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിച്ചാലും കേട് വരില്ല കേട്ടോ. ബാക്കിയാവുകയാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.